Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കാണാൻ പറ്റുന്നുണ്ടോ? Good afternoon, ma'am. മാമിനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ. പ്രേയർ ആരായിരുന്നു? പ്രേയർ ആരും പ്രിപ്പയർഡ് അല്ല. ആരുമില്ലെങ്കിൽ ഞാൻ പാടാം. ഓക്കെ, പേര് തുടങ്ങട്ടെ. പറഞ്ഞോടാ. പ്രാർത്ഥന ഹലോ. ാകണം ജീവിതം നിത്യസുന്ദരം സത്യസുരഭിലമാക്കണം ഈശ്വരനാണിമ്പലം ഈശ്വരനാണിന്ദനം പ്രാർത്ഥന തൻ പാതയിൽ പൂവുകളായി വിരിയണം പൂവിരിഞ്ഞ വീഥികൾ പുണ്യവീഥികളാകണം നല്ല വാക്കുകളാ നാവിടം നല്ല ചിന്തകൾ മനസ്സിലങ്ങ് വസിക്കണം നന്മരൂപീശ്വര നൽവരങ്ങൾ ചൊരിയണേ പ്രാർത്ഥന തൻ പാതയിൽ പൂവുകളായി വിരിയണം വീഥികൾ പുണ്യവീഥികളാകണം. Hi, ma'am. Good afternoon. My name is Ranjita. I would like to welcome you all to a new class. As we all know that beginning of something new is always exciting. So this is like a new chapter of our life. To become a good teacher is not an easy task. So I strongly feel that each of us are different, but just want to say never compare yourself to anyone because everybody is unique in their own way. So always compete with yourself, learn from your mistakes, and always keep practicing, keep learning, keep smiling. I welcome our dear teacher with sincere wishes for a good start and all the best, guys. Thank you. നല്ല തോട്ടായിരുന്നു കേട്ടോ. പ്രേയർ നന്നായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മള് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ചാപ്റ്റർ ഏതാന്ന് ഓർമ്മയുണ്ടോ? Unit 4. Unit 4. Unit 4 അല്ലേ? നന്നായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. Good afternoon, everybody. മാമ എനിക്ക് വിട്ടുപോയായിരുന്നു. എന്താണ്? അന്ന് ഇടയ്ക്ക് ക്ലാസ് കട്ടായി പോയായിരുന്നു. ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായതാ? ഓക്കെ, ഫാത്തിമ സൈനിങ് അല്ലേ? തോട്ട് ഓഫ് ദി ഡേ അല്ലേ? Thought of the day. പറഞ്ഞോടാ. Good afternoon, everybody. Today I speak the short story with thought of the day. The cracked pot. A water barrier carried 2 pots every day. One pot was perfect, but the other had a crack and leaked.
water along the path, the cracked pot felt ashamed. One day it said, I'm useless. I waste your effort. The water bearer smiled. Look at the flower on your side, the path. I plant seed there, and you watered them every day without knowing you brought beauty to the world. Thought of the day, our weekends can become blessing when used in the right way. Once more, our weekends can become blessings when used in a right way. Thank you. Have a nice day. ഈ സ്റ്റോറി നല്ലൊരു എന്താ പറയാ ഒരു നല്ലൊരു തോട്ടാണ് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൽ ഡിസീസ് ഡിസ്കസ് ചെയ്യുമ്പോഴായിരുന്നു ക്ലാസ് ബ്രേക്ക് ആയി പോയത്. അങ്ങനെ മേ ബി ചില ടൈംസിൽ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ക്ലാസ് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് ആണ്. മേ ബി ചിലപ്പോ എങ്ങനെ നെറ്റ് ഇഷ്യൂ വരുമ്പോ അങ്ങനെ ക്ലാസ് ബ്രേക്ക് ആയി പോവാണെങ്കിൽ ആ ടൈം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോഫ്റ്റ്വെയറിന് എന്തൊരു പ്രശ്നം പറ്റിയതാ. ഓക്കെ, നമ്മൾ ഡിഫ്തീരിയ പറഞ്ഞോ? സോറി, ഡിസെൻട്രി വരെ ഡിസെൻട്രി വരെ ടെറ്റനസ് വരെ ടെറ്റനസ് വരെയാണ് പറഞ്ഞത്. ടെസ്റ്റേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ ആദ്യം വൂഫിംഗ് കഫിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ, വില്യം ജുമ അല്ലെ. 100 Days of Cough, വൂഫിംഗ് കഫ്, പെർട്ടുസിസ് എന്നുള്ള പേരിലൊക്കെയാണ് നമ്മൾ വൂഫിംഗ് കഫ് അറിയുന്നത്. ദെൻ ഡിഫ്തീരിയ പറഞ്ഞു, കില്ലർ ഡിസീസ് എന്ന പേരുണ്ട്. നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ക്, വിൻഡ് പൈപ്പ്, തോട്ട് വിൻഡ് പൈപ്പ് ട്രക്കിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഒരു വൈറ്റ് കളറിലെ മെമ്പറൈൻ ഗ്രോ ചെയ്യും. നമ്മുടെ തോട്ടിലായിട്ട് വൈറ്റ് കളറിലൊരു മെമ്പറൈൻ ഗ്രോ ചെയ്യുന്നു. അതിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. മേ ബി പേഷ്യന്റ് ഈ ഒരു ഡിഫിക്കൽട്ടീസ് ലൈക്ക് ചോക്കിങ്ങിലൂടെ ശ്വാസം കിട്ടാതെ തന്നെ മരണം സംഭവിക്കുക വരെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? ഞാൻ ടെറ്റനസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ടെറ്റനസ് എന്ന് പറയുന്നത് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം നമുക്ക് വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെറിയ മുറിവുകൾ ഉണ്ടല്ലോ, കാലിലൊക്കെ ഉള്ള ചെറിയ മുറിവിലൂടെയാണ് ഈ ടെറ്റനസിന്റെ ജാംസ് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഇത് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. നെർവസ് സിസ്റ്റത്തിന് ഇത് അഫക്ട് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പിന്നീട് നമ്മളുടെ എന്താ പറയാ ബോഡിയില് മസിൽസിലും ഡിഫറൻസ്. ഞാൻ ഫോട്ടോസ് കാണിച്ചു തന്നോന്ന് എനിക്കറിയില്ല. ടെറ്റനസിന്റെ കാണിച്ചു തന്നോ? അതെ മാം, കാണിച്ചതാണ്. ടെറ്റനസിന്റെ കാണിച്ചതാണ്. ഓക്കെ, അപ്പോ ടെറ്റനസിന്റേതായ ഡിഫിക്കൽട്ടീസ്, മസിൽസും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലൂടെ ആ കുട്ടി കടന്നു പോകേണ്ടി വരും. ചെറിയ മുറിവുകൾ പോലും നമ്മൾ നിസ്സാരമാണ് എന്ന് വിചാരിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാതിരിക്കരുത്. പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. നമ്മളത് കെയർഫുൾ ആയിട്ട് വേണം നമ്മളത് നോക്കാനായിട്ട്. കാരണം ചെറിയ മുറിവാണെങ്കിൽ അതിലൂടെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ടെറ്റനസ് പോലെയുള്ള മാരക അസുഖങ്ങൾ നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബാക്ടീരിയ ടെറ്റനസ്, ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ എന്തിലാണ് ഗ്രോ ചെയ്യുന്നത്? ചാണകവും കൗടങ്ങും ഹോസ്പിറ്റലിലൊക്കെയാണ് സാധാരണയായിട്ട് ടെറ്റനി ഗ്രോ ചെയ്യുന്നത് ഉള്ളത്. അപ്പോ നമ്മളിപ്പോ മുതിർന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ചപ്പലിടാതെ പുറത്തൊന്നും ഇറങ്ങില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പുറത്ത് കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചപ്പല് എന്ത് ചെയ്യും, ഊരിയിട്ടിട്ടൊക്കെ ആയിരിക്കും കളിക്കുന്നത്. അങ്ങനെ വരുമ്പോ അവരുടെ കാലിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ ഈ മുറിവിലൂടെ ഈ ടെറ്റനി മേ ബി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ചെറിയ മുറിവാണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ ബാൻഡേജ് ചെയ്യണം. മുറിവ് ഉണങ്ങിയതിന് ശേഷം മാത്രം കുട്ടികളെ എന്ത് ചെയ്യാം, കളിക്കാനൊക്കെ വിടാം. ഓക്കെ അല്ലേ? അത്രയും വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഡിസീസ് ഒക്കെ തന്നെയാണ്. നിങ്ങളെ ചെറുപ്പത്തിലെ മുതൽ കേൾക്കുന്നതാണ്. കാരണം നമ്മൾ അതിന്റെ വാക്സിൻ എടുക്കുന്നുണ്ട്, ഓറൽ ആയിട്ട് എടുക്കുന്നുണ്ട്, ആൻഡ്
IPV നമ്മൾ ഇഞ്ചക്ഷൻ രൂപത്തിലും നമ്മൾ അതിന്റെ വാക്സിൻസ് എടുക്കുന്നുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് പോളിയോ. കേട്ടിട്ടില്ലേ ചെറുപ്പത്തില്? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴായാലും കേൾക്കുന്നുണ്ട് അല്ലെ? പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാല്, പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് മേ ബി നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫുൾ ബോഡി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? പാരലൈസ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓർ പാർട്ട്ലി പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡിഫക്ട്സ് കാര്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പെർമനന്റ് ഡിഫക്റ്റ് ആയിരിക്കും. കാരണം നമ്മുടെ ജീവിതകാലം മുഴുവനും ആ ഡിഫക്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിന് ട്രീറ്റ്മെന്റോ മെഡിസിൻസോ പോളിയോന് എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ മെഡിസിൻസോ കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് നമ്മൾ വാക്സിൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ, നമ്മൾ വാക്സിൻ തുള്ളിമരുന്ന് കൊടുക്കാൻ, സോറി പോളിയോ തുള്ളിമരുന്ന് കൊടുക്കാൻ പോകുന്നു. കേട്ടിട്ടില്ലേ നിങ്ങള്? പോയിട്ടുണ്ടാവുമല്ലോ കുട്ടികളെയും കൊണ്ടൊക്കെ. ഓക്കെ. അപ്പൊ അത് ഓറൽ, നമ്മള് തുള്ളിമരുന്നാണെങ്കിൽ അത് ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഇഞ്ചക്ഷൻ രൂപത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇനാക്റ്റീവ് IPV എന്ന് പറയും, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. അപ്പൊ ഇത് നമുക്ക് നോക്കാം. നമ്മള് ഈ കേരളത്തില് 2000-ന് ശേഷം ഇതുവരെ നമുക്കൊരു ഹാപ്പി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, 2000-ന് ശേഷം ഇതുവരെ ഒരു പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2025 കൊല്ലമായിട്ട് ഒരു കേസ് പോലും എന്ത് ചെയ്തിട്ടില്ല, പോളിയോയുടെ കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യയില് 2011-ന് ശേഷം പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കേരളത്തില് 2000-ന് ശേഷം, ഇന്ത്യയിൽ 2011-ന് ശേഷം പോളിയോ കേസുകൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2014 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതറിഞ്ഞു നിങ്ങള്? നല്ലൊരു കരാരാസ്തുത ഇല്ലാത്തൊരു രാജ്യമാണ്. പോളിയോ ഇത്രയും നാള് റിപ്പോർട്ട് ചെയ്യാത്ത രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യനെ എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം അത്രയും പേര് വാക്സിൻസ് എടുത്തിട്ടുണ്ട്, പോളിയോ വാക്സിൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അസുഖം വരാത്തത്. ബട്ട് നമ്മൾ വിചാരിക്കും പോളിയോ വരുന്നില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് ഈ വാക്സിൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇന്നും കൊടുക്കുന്നുണ്ട് പോളിയോ വാക്സിൻസ്. വിച്ച് ഇയർ? അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. കേരളത്തില് 2000 ആൻഡ് കേരളത്തിൽ 2011 ആൻഡ് ഇന്ത്യക്ക് പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് 2014. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പക്ഷെ ഇന്നും പോളിയോ വാക്സിൻസ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ, ഇല്ലേ? പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ അയൽ രാജ്യം ആയിട്ടുള്ള പാകിസ്ഥാൻ, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇന്നും ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻസും IPV OPV ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെ വാക്സിൻ, കുട്ടികളുടെ വാക്സിൻ ഷെഡ്യൂൾ ഓർമ്മയുണ്ടോ? നമുക്കൊരു കാർഡ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരു ബുക്ക്, അമ്മയും കുഞ്ഞും പറഞ്ഞിട്ടൊരു ബുക്കില്ലേ? അതിലെ വാക്സിൻസ്, എന്തൊക്കെ വാക്സിൻസ് ആണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഒരു പരിധി വരെ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും ഈ വാക്സിൻസും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ, പോളിയോ എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സൈഡ് എഫക്ട് പാരലൈസ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡി പാരലൈസ് ആയി പോകും. ചിലപ്പോൾ ഹോൾ ബോഡി ആയിരിക്കും പാരലൈസ് ആവുന്നത്, ഒരു പാർട്ടി ആയിരിക്കും പാരലൈസ് ആയി പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞത് പെർമനന്റ് ഡിഫക്റ്റ് അല്ലേ? ജീവിതകാലം മുഴുവനും നമ്മൾക്ക് ആ ഒരു ഡിഫക്റ്റ് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവും. അതിന് ട്രീറ്റ്മെന്റ് ഇതുവരെയും, പോളിയോന് ട്രീറ്റ്മെന്റ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോതെറാപ്പി ഉണ്ടല്ലോ, അത് ഒരു പരിധി വരെയും ഹെൽപ്ഫുൾ ആണ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ദെൻ പോളിയോ മെൻസൈറ്റിസ് എന്നാണ് അതിന്റെ പേര്. നമുക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ OPV
നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ IPV പ്രൊവൈഡ് ചെയ്യുന്ന പ്രതിരോധ തുള്ളിമരുന്ന് വിതരണം ചെയ്യാറുണ്ട്. IPV ആയിട്ട് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇമ്പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടികൾ സംസ്ഥാന വ്യാപകമായിട്ട് ഇന്നും നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് അത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഗവൺമെന്റിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മളുടെ കുട്ടികളുടെ ഹെൽത്ത് അത്ര ഇമ്പോർട്ടന്റ് ആണ് അവർക്ക്. അപ്പോൾ അത്രയും കോൺഷ്യസ് ആണ്, അത്രയും നമ്മൾ പുറത്ത് പോയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വാക്സിൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശിന് എക്സ്പെൻസ് ആവും. കാരണം എന്താണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഗവൺമെന്റിന്റെ വാല്യൂ. കാരണം ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഓരോ വാക്സിൻസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തത് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ OPV ഓറൽ പോളിയോ വാക്സിൻ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിൽ തുള്ളിമരുന്ന് കൊടുക്കുന്നത് ജനിച്ച ഉടനെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് OPV ആൻഡ് IPV 1.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. 1.5 മന്ത് ആവുമ്പോൾ OPV ആൻഡ് IPV കൊടുക്കുന്നുണ്ട്. 2.5 മന്തിൽ OPV കൊടുക്കുന്നുണ്ട്. 3.5 മന്ത് ആവുമ്പോൾ OPV ആൻഡ് IPV കൊടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് ഇഞ്ചക്ഷൻ രൂപത്തിലും നമ്മൾ വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത്രയാണ് മെയിൻ ആയിട്ട്. പിന്നെ ലാസ്റ്റ് IPVയുടെ 3rd ഡോസും കൂടി നമ്മൾ 9ാം മാസത്തിൽ കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ പിന്നെ ഓറൽ പോളിയോ എല്ലാ വർഷവും കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഓറൽ നമ്മൾ പോളിയോ തുള്ളിമരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് എന്താണ് ഇനി പോളിയോ, അതിന്റെ സിംറ്റംസ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പോളിയോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ വൈറസ്. ഇത് മെയിൻ ആയിട്ട് എന്താണ് ഒരു വൈറസ്, പോളിയോ മെൻജൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് എന്ത് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുന്നത്. ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ ദ വീക്ക്നെസ് ഓഫ് ലിംഗ്സ്. ഫീവർ ആണ് മെയിൻ ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് എന്താണ്, ഫീവർ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ വീക്ക്നെസ്, നമ്മുടെ ലിംഗ്സ് കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. സംടൈംസ് പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. ചില കേസുകളിൽ ഫുൾ ബോഡി, നമ്മുടെ എൻറ്റയർ ബോഡി പാരലൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ആകെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ഫിസിയോതെറാപ്പി മാത്രമാണ് എന്താ പോളിയോ എന്ന് പറയുന്ന അസുഖത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രമാണ്. ദ ഡിഫക്ട്സ് മേ ബി പെർമനന്റ്. നമുക്ക് വരുന്ന ഡിഫക്ട്സ് ആ ഒരു എന്താ പറയാ ഡിഫക്ട്സ് പെർമനന്റ് ആയിരിക്കും. കുട്ടിക്ക് ഇപ്പൊ ചിലപ്പോ നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ തളർന്നു പോവാണെങ്കിൽ അത് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിഫക്ട് തന്നെയായിരിക്കും. ഞാൻ കാണിച്ച ഇമേജസ് നിങ്ങൾ കണ്ടില്ലേ, പോളിയോ എന്ന് പറയുന്ന അസുഖങ്ങൾ വന്ന് ഡിഫക്ട്സ് ഉള്ള കുട്ടികളാണ് കാണുന്നത്. ഈ 1.5 വയസ്സിലെ വാക്സിൻ എടുത്തിട്ട് കാല് തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞേക്കാറുണ്ടല്ലോ, അതെന്താണ് ഇതില്? അത് ശരിക്കും പറഞ്ഞാല് നമ്മള് ആന്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. വാക്സിൻസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതെന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് സാധാരണ നമ്മൾ പറയില്ലേ, ഈ നമ്മളെന്താണ് ഓപ്പോസിറ്റ് ഫുഡ് കഴിച്ചാൽ പോലും സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോ നമ്മുടെ കുഴിമന്തിയും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്, കുഴിമന്തി ഷേക്കും കൂടി കഴിക്കാൻ പാടില്ല എന്ന് പറയും. ചെമ്മീൻ ബിരിയാണി ലൈമും കഴിക്കാൻ പാടില്ല എന്ന് പറയും. അതാണ് ഫുഡിന്റെ കേസിൽ പറയുന്നത്, ഓപ്പോസിറ്റ് ഫുഡ്സ് കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ ആന്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് കുട്ടികൾ വാക്സിൻ എടുക്കാൻ പാടില്ല, ഫീവർ ഉള്ള ടൈമിൽ വാക്സിൻ എടുക്കാൻ പാടില്ല. ഇത് നമ്മുടെ പ്രിക്കോഷൻസ് ആർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിലെ സിസ്റ്റർമാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ചില പാരന്റ്സ് ഇനി വാക്സിൻ എടുക്കാൻ ടൈമില്ല, അല്ലെങ്കിൽ വേറെ ദിവസം വരണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അന്ന് തന്നെ ചെറിയ പനിയുള്ളെങ്കിലും എടുക്കും, പറയില്ല സിസ്റ്റേഴ്സിന്റെ അടുത്തോ ഡോക്ടേഴ്സിന്റെ അടുത്തോ എന്ത് ചെയ്യില്ല, അവർ ഡിസ്ക്ലോസ് ചെയ്യാണ്ട് വാക്സിൻസ് എടുക്കും. അങ്ങനെ വരുമ്പോൾ മേ ബി സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ആന്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വാക്സിൻ എടുക്കരുത്. നെക്സ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് നെക്സ്റ്റ് ഫീവറും കാര്യങ്ങളൊക്കെ മാറിയതിനു ശേഷം തന്നെ വാക്സിൻസ് എടുക്കാം. നമ്മളത് ശ്രദ്ധിക്കണം. ഓക്കെ, ചില പാരന്റ്സ് ഇന്നും വാക്സിൻസ് എടുക്കാത്തവരുണ്ട്. വാക്സിൻസ് എടുക്കാത്തത് വളരെ ഒരു എന്താ പറയാ ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നത് പിന്നീട് ഒരു അസുഖം വരുമ്പോഴായിരിക്കും നമ്മൾ അത് വിഷമിക്കുന്നത്. അപ്പം പിന്നെ വാക്സിൻ എടുത്തത് കൊണ്ടാണ് അസുഖം വന്നതെന്ന് എവിടെയും അത് എന്ത് ചെയ്തിട്ടില്ല, തെളിയിച്ചിട്ടില്ല. വാക്സിൻ എടുത്തുകൊണ്ടാണ് ആ പെർമനന്റ് ആയിട്ടുള്ള ഡിഫക്ട് വന്നത് എന്ന് തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഈ ഒരു സൈഡ് എഫക്ട്സ് ഉള്ളത് ഓൾറെഡി പറയുന്നുണ്ട്. കാരണം പനിയുള്ള സമയത്തും ആന്റിബയോട്ടിക് കഴിക്കുന്ന സമയത്തും കുട്ടികൾ വാക്സിൻ എടുക്കാൻ പാടില്ല. ഇത് മറച്ചു വെച്ചുകൊണ്ട് വാക്സിൻ കൊടുക്കുമ്പോൾ
അല്ലെങ്കിൽ പാരന്റ്സ് ഇത് ഡിസ്ക്ലോസ് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? 1.5 വയസ്സിൽ ഏത് വാക്സിൻ എടുത്തേ പരിചയമുള്ളത്? വേറൊന്നുമില്ലടോ. 1.5 വയസ്സില് നമ്മള് MMR ഒക്കെയാ ഉള്ളത്. MMR, മീസിൽസ്, മംസ്, റുബല്ലയുടെ വാക്സിൻ അത് പുതിയതായിട്ട് വന്നതാ. പിന്നെ ഏതായിരുന്നു? അത് ന്യൂസിലെങ്ങനെ കണ്ടേണോ? ആണോ? ഓക്കെ. പക്ഷെ എല്ലാ വാക്സിനും അങ്ങനെയാണ് നല്ലതാണ്. നമ്മളിപ്പോ പറയുന്ന അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻസ് എല്ലാം ഏകദേശം ടെസ്റ്റ് ചെയ്ത് അത് കൺഫേം ചെയ്തിട്ടാണ് വാക്സിൻസ് കൊടുക്കുന്നത്. പക്ഷെ കൺഫർമേഷൻ ഇല്ലാത്തൊരു വാക്സിൻ ഉണ്ട്. വെച്ചാല് വാക്സിൻ എടുത്തിട്ടും ആള് മരണം സംഭവിക്കുന്ന കേസുകളുണ്ട്. വിഷബാധയ്ക്ക് എടുക്കുന്ന വാക്സിൻ ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് എടുത്തിട്ടും നമുക്ക് സക്സസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം വാക്സിൻ എടുത്തിട്ടും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ മരണം സംഭവിക്കുന്നതായിട്ട് ന്യൂസുകളിലും അതേപോലെ റിപ്പോർട്ടുകളും അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. വിഷബാധയ്ക്ക് വാക്സിൻ എടുത്തത് കൊണ്ടാണ് ആള് മരണം സംഭവിച്ചതെന്ന് തെളിയിച്ചിട്ടുണ്ട്. ചില വാക്സിൻസ് അത് നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നമ്മളത് എടുക്കും. ഓക്കെ, അപ്പൊ സാധാരണ കുട്ടികളുടെ വാക്സിൻസ് എല്ലാം ടെസ്റ്റഡും 100% ഇത് ഉള്ളതാണ്, ഉറപ്പ് തരുന്നതാണ്. ഈ അസുഖങ്ങൾ വരില്ല എന്നല്ല, അത് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാൻ ഒരു ഇത് കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തു. ഈ മംസ് എന്ന് പറയുന്ന അസുഖം അറിയോ? മുണ്ടുനീര്, അത് കേട്ടിട്ടുണ്ടോ? മുണ്ടുനീര് എന്ന് പറയുന്ന അസുഖം ആൺകുട്ടികളിൽ, കുഞ്ഞു ആൺകുട്ടികൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫെർട്ടിലിറ്റിനെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് 1.5 വയസ്സിൽ MMR വാക്സിന്റെ ഒപ്പമാണ് മംസിന്റെ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോ നമ്മളോട് ചോദിക്കും, മംസ് ചില സമയത്ത് മുണ്ടുനീര് എല്ലാവർക്കും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖം. ചില ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിലും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് മുണ്ടുനീര്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ, മംസിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. MMR വാക്സിൻ ഇതൊന്നും പുറത്തെടുക്കുക ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇല്ല, അത് നമ്മുടെ പുറത്തുനിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുക്കാറ്. സോ അത് MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇത് എന്തിന് കാരണമാകുന്നുണ്ട്? ഞാൻ പറഞ്ഞ പോലെ അവരുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടാനുള്ള കാരണമാകുന്നുണ്ട്. അപ്പോ നമ്മൾ ആൺകുട്ടികളുടെ കാര്യത്തിലാണ് കുറച്ചും കൂടി റിസ്ക് കൂടുതൽ. പെൺകുട്ടികൾക്ക് എന്ത് വരും? ഈ പ്രശ്നം വരുന്നുണ്ട്, എന്നാലും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഓക്കെ, അപ്പോ അത് ഓരോ അപ്പൊ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഈ വാക്സിൻ എടുത്തതില് ഇത് എടുത്തിട്ടില്ലേ, മുണ്ടുനീരിന്റെ വാക്സിൻ എടുത്തിട്ടില്ലെന്നാണ് നമുക്ക് പറയണത്. അല്ല, മുണ്ടുനീരിന്റെ വാക്സിൻ പ്രൈവറ്റിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ നോക്കുക, നമ്മുടെ കുട്ടീനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 1.5 വയസ്സിൽ അല്ലെങ്കിൽ 18 മാസം ഉള്ളപ്പോ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. എടുത്തിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഞാനെല്ലാം മറ്റേ അംഗനവാടിയിൽ വന്നതാണ് എടുക്കാൻ പോവാറ്. എത്ര മാസമായി കുട്ടിക്ക്? കുട്ടി ഇപ്പൊ വലുതായി, 8 വയസ്സുണ്ട്. ആണോ? അപ്പൊ അത് എടുത്തിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോഴാണ് ഈ വാക്സിൻ കൂടുതലായിട്ട് എടുക്കണം എന്ന് പറയുന്നത് ഹെൽത്തിൽ നിന്നൊക്കെ, MMR വാക്സിൻ. കാരണം ചിലപ്പോ ഒരു 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ടാവും. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടോ? 5 വയസ്സായ കുട്ടിയുണ്ട്. ആണോ? MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ? അന്ന് ഗവൺമെന്റിൽ പോയപ്പോഴേ അവര് പുതിയതായിട്ട് ഒരു മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തായിരുന്നു. MMR ആദ്യം ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു, പിന്നീട് അത് പ്രൈവറ്റിലേക്ക് മാറ്റി. ഗവൺമെന്റിൽ സ്റ്റോക്ക് ഇല്ലാണ്ട് വന്നപ്പോൾ നല്ല പൈസയുള്ള വാക്സിനാണ്, അതുകൊണ്ട് മാറ്റിയതാണ്. അപ്പോ പെൺകുട്ടികൾക്ക് കുഴപ്പമില്ല, ആൺകുട്ടികളുടെ കേസിലാണ്. ചെറിയ ആൺകുട്ടികൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഹെൽത്ത് സെന്ററിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മാസത്തില്. MR ആണോ MMR ആണോ? MMR 5 വയസ്സെടുത്തേ. എത്ര വയസ്സിട്ട്? 5 വയസ്സ്. അല്ലടാ, അങ്ങനെയാണെങ്കിൽ അവര് പറയത്തില്ലേ നമ്മളോട്, ഹെൽത്തിന്ന് പറയില്ല എന്നാ പുറത്തു പോയി എടുക്കണമെന്ന്? കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻ അല്ലേ, 1.5 വയസ്സുള്ള കുട്ടികൾക്ക് എടുക്കുന്ന വാക്സിൻ അല്ലേ? അല്ല, നമ്മൾ ആ സമയത്ത് എടുത്തോണ്ടിരിക്കണേണല്ലോ, അപ്പൊ അവര് പറയില്ലേ ഇപ്പൊ വന്നതാണ്. ചോദിച്ചാൽ ഇപ്പൊ എടുക്കാണ്ടിരുന്നൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? അത് പെൺകുട്ടികൾക്ക് കുഴപ്പമില്ല. ഓക്കെ. ആണോ? വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നോ ഹരിത? ഉണ്ടായിരുന്നു മാം, എടുത്തിട്ടുണ്ടായിരുന്നു. MMR MR ആയിരുന്നു എടുത്തതെന്ന്.
MR ആണ് എടുത്തത്. ഓക്കെ, അത് മംസ്, മീസിൽസ്, അല്ലെങ്കിൽ ഹലോ, നിങ്ങൾ നിങ്ങളുടെ വാക്സിനേഷൻ ഉണ്ടല്ലോ അത് എടുത്ത് നോക്കാതെ MR വാക്സിൻ എടുത്തിട്ടുണ്ടോ, MR വാക്സിൻ എടുത്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാകും. അത് അല്ലാതെ ഞാനിങ്ങനെ പറയാനാ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങളതൊന്ന് എടുത്ത് നോക്കാട്ടോ. നമ്മളുടെ അമ്മയ്ക്ക് പറയുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് MMR. MMR പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മള് 1.5 വയസ്സില് 8 മാസമുള്ള MMR എടുക്കുന്നത്. മ്യൂട്ട് ആവണോ കേട്ടോ എല്ലാവരും. ഓക്കെ, അത് നമ്മൾ വാക്സിൻ, നമ്മുടെ കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂൾ കാർഡുകളെല്ലാം അമ്മമാരുടെ കയ്യിലുണ്ടാവും. അതെടുത്തൊന്ന് നോക്കാം നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ വാക്സിനാണ് എടുത്തത്, ഏതെല്ലാം അസുഖമുള്ള വാക്സിനാണുള്ളത്. പോളിയോ എല്ലാവരും എടുക്കാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് പോളിയോനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പോളിയോ ഇവിടെ വരുമ്പോ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു അസുഖമാണ് 5 5 വയസ്സിൽ വയസ്സ് വരെയല്ലേ ഉള്ളൂ. 5 വയസ്സിന് കൊടുത്തിട്ടുണ്ട്. ഓക്കേടാ. ഇനി നമ്മള് പോളിയോ എന്ന് പറയുന്ന അസുഖം പെർമനന്റ് ഡിഫക്ട്സ് ആണ് കുട്ടികളിൽ കൊണ്ടുവരുന്നെങ്കിൽ, അതേപോലെ തന്നെ ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഫീവർ ആണ്. പിന്നെ വീക്ക്നെസ് ഓഫ് ലിംസ്. ട്രീറ്റ്മെന്റ് നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ആകെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി മാത്രമാണ്. പെർമനന്റ് ഡിഫക്ട്സ് ആണ് പോളിയോ വന്നു കഴിഞ്ഞാൽ വരുന്നത്. ഇനി ഡിസെൻട്രി. ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു അസുഖം കോമൺ ആയിട്ട് നമ്മള് കുട്ടികൾക്ക് വരുന്നത്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ലൂസ് മോഷൻ ആണ് ഉണ്ടാവും. അത് കുട്ടികൾക്ക് വരുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ വിചാരിക്കും ലൂസ് മോഷൻ അല്ലേ, അത് ചിലപ്പോ നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും ആരോട് പറയുമില്ല ലൂസ് മോഷൻ ആണെങ്കിൽ അതങ്ങനെയാണ്, അത് നാണക്കേടെന്ന് വിചാരിക്കും. പക്ഷേ ഡിസെൻട്രി എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് എന്ന് വെച്ചാൽ, ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ, നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡിസെൻട്രി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ 1 മിനിറ്റ് കേട്ടോ. നോക്കാട്ടോ, ഡിസെൻട്രി എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടറിന്റെ അളവ് കുറയുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഡിസെൻട്രി എന്ന് വെച്ചാൽ ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ ആണ്. നമുക്ക് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂസ് മോഷൻ വരാണെങ്കിൽ അത് അവരുടെ ഹെൽത്തിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എന്റെ മോള് 1.5 വയസ്സായിരുന്ന സമയത്ത് ഇതേപോലെ ലൂസ് മോഷൻ ആയിരുന്നു. കാരണം ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ കുട്ടിക്ക് ചെറുതായിട്ട് ലൂസ് മോഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആൾ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, ഒപ്പം വൈകുന്നേരം വന്നിട്ട് കാണിക്കാം, മാറിയില്ലെങ്കിൽ കാണിക്കാന്ന് വിചാരിച്ചു. പത്ത് ഒരു 11 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആള് ഒരു 5-6 പ്രാവശ്യം പോയി. ലൂസ് മോഷൻ ആയിട്ട് 5-6 പ്രാവശ്യം പോയി. ആള് വീക്കായി, ഭയങ്കര വീക്കായിട്ട് എന്റെ കയ്യിൽ തളർന്ന് കിടക്കാം. എനിക്ക് എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു അത് വേഗം കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറിനോട് കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ മെഡിസിൻ ഒന്നും എഴുതാൻ നിന്നില്ല, ആദ്യം തന്നെ ട്രിപ്പ് ഇടാൻ പറഞ്ഞു. കുട്ടീനെ കണ്ടപ്പോ തന്നെ ട്രിപ്പ് ഇട്ടോളാൻ പറഞ്ഞു. ട്രിപ്പ് ഇടാനായിട്ട് നേഴ്സിനോട് പറയും. ഞങ്ങൾ ട്രിപ്പ് ഇട്ടതിന് ശേഷമാണ് ഡോക്ടർ വന്ന് മെഡിസിൻസും കാര്യങ്ങളും എഴുതിയത്. കാരണം കുട്ടിയുടെ ബോഡിയിൽ നിന്ന്, അല്ലെങ്കിൽ മോളുടെ ബോഡിയിൽ നിന്ന് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു, വെള്ളം നഷ്ടപ്പെട്ടു. പെട്ടെന്നായിരിക്കും കുട്ടികളെ വീക്ക് ആവുന്നത്. ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ ബോഡിയിലെ, നമുക്കറിയാം ബോഡിയുടെ ഫംഗ്ഷനിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ത്, വാട്ടർ എന്ന് പറയുന്നത്. സോ ഈ വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് ആ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബോഡി പെട്ടെന്ന് വീക്ക് ആവും. ചില കുട്ടികളിൽ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കിട്ടിയില്ലെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡിസെൻട്രി എന്ന് പറയുമ്പോൾ നിസ്സാരം എന്ന് വിചാരിക്കരുത്, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. ഇപ്പൊ നമുക്കാണെങ്കിൽ തന്നെ ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പറയുക, നമുക്ക് അതൊരു നാണക്കേടായിട്ട് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് നോക്കുക, നമ്മളുടെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടോ. ഡീഹൈഡ്രേഷൻ നമുക്ക് മുതിർന്നവർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂറിൻ പോകാനായിട്ട് നമുക്ക് തോന്നും, യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും, പക്ഷെ യൂറിൻ പോവില്ല. ഈ യൂറിൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരില്ലേ, അപ്പോഴാണ് ഈ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. നമുക്ക് വോമിറ്റിങ്ങും ലൂസ് മോഷനും ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. ഡിസെൻട്രിയുടെ സിംറ്റംസ് തന്നെയാണ് ലൂസ് മോഷൻ, വോമിറ്റിങ്,
എന്ത് കഴിച്ചാലും അപ്പൊ തന്നെ വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നു. ഭയങ്കരമായിട്ട് ലൂസായിട്ട് മോഷൻസും പോകുന്നു. അതിൽ ബ്ലഡും പൾസും പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോവാം. സാധാരണ ഡിഹൈഡ്രേഷൻ ഉണ്ടെന്ന് ഡോക്ടർക്ക് നമ്മളിപ്പോ വായ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ക്ഷീണം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പൊ തന്നെ ഡോക്ടർ എന്ത് ചെയ്യും, ട്രിപ്പ് ഇടാറാണ് ചെയ്യാറ്. അതേപോലെ തന്നെ ആ സമയത്ത് കരിക്കും വെള്ളമില്ലേ, ഡിസെൻട്രി ഉള്ള വ്യക്തികൾക്ക് കരിക്കും വെള്ളം, കുട്ടികൾക്കായാലും കരിക്കും വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ORS വെള്ളം, ORS വെള്ളം നമ്മള് മാക്സിമം എന്തോരം ORS വെള്ളം കുടിക്കാൻ പറ്റുമോ നമ്മള് 1 ലിറ്റർ വെള്ളത്തിൽ ORS പാക്കറ്റ് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് കുടിക്കുന്നത് നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. പിന്നെ റൈസ് വാട്ടർ, അതേപോലെ ആപ്പിൾ ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിക്കുക. വെള്ളം മാക്സിമം കുടിക്കുന്നത്, കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മള് ഡിസെൻട്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വെള്ളം മാക്സിമം കുടിക്കാൻ നോക്കാം. പിന്നെ തൈര് കേട്ടിട്ടുണ്ടോ നിങ്ങളത്? തൈര് കഴിക്കുന്നത് നല്ലതാണ്. തൈരും വെള്ളം കഴിക്കുന്നത് നല്ലതാണ്. തൈര് കൂടി ചോറ്, കട്ട തൈരൊക്കെ കൂടി ചോറ് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ഡിസെൻട്രി ആണെങ്കിൽ. അപ്പോ പിന്നെ നമുക്ക് നമ്മുടെ റെസ്പിറേഷന്റെ സ്പീഡ് കൂടും, നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നും. കാരണം നമ്മൾ ഈ ലൂസ് മോഷനും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. സ്റ്റൊമക് ഏക്ക്, വയറുവേദന, നല്ല വയറുവേദന ആയിരിക്കും, ഫീവർ ഉണ്ടാവും. അപ്പൊ ഡിസെൻട്രിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാല് ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ, വോമിറ്റിങ്, നമ്മള് എക്സ്ക്രീറ്റ് ചെയ്യില്ല, ബ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, നോ യൂറിൻ, അതേപോലെ സ്പീഡ്, റെസ്പിറേഷന്റെ സ്പീഡ് കൂടും, സ്റ്റൊമക് ഏക്ക്, ഫീവറിന്റെ കാര്യം പറഞ്ഞു 103 കൂടുതലായിരിക്കും ഫീവർ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൺഫേം ചെയ്തു അത് ഡിസെൻട്രി ആണ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് എടുക്കണം, മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് എടുക്കണം. ഓക്കെ, എന്താണ് ഡിസെൻട്രി മനസ്സിലായോ? ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഇതേപോലെ ലൂസ് മോഷൻ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ലൂസ് മോഷൻ ഒരു ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് നമ്മളത് നിസ്സാരമാണ് എന്ന് വിചാരിച്ച് കളയരുത്. എന്ന് വെച്ചാല് ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുക്കാം. ആരെങ്കിലും ഡിസെൻട്രി എന്ന് പറയുന്ന ടോപ്പിക് വായിക്കോ? മാം ഞാൻ വായിക്കാം. മഞ്ജു വായിക്കുക, നെക്സ്റ്റ് പ്രസീത വായിക്കാം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് വരുമ്പോ Dysentery. This is a disease in which loose and abnormal motions are passed. Pain in the stomach is usually attended by loose motion. The motion contains pus and blood. The patient becomes very weak to loss of water from the body. The patient should get prompt medical aid. സോ അബ്നോർമൽ ആൻഡ് ലൂസ് ആയിട്ട് മോഷൻസ് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. സ്റ്റൊമക്കിൽ നല്ല പെയിൻ ഉണ്ടാവും, പൾസില് ബ്ലഡ് ആൻഡ് പൾസ് മിക്സ് ആയിട്ടായിരിക്കും മോഷൻസ് പോകുന്നത്. പേഷ്യന്റ് പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നത്, പെട്ടെന്നായിരിക്കും വീക്ക് ആവുന്നത്. ഡ്യൂ ടു നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടുന്നത് മൂലമാണ് പെട്ടെന്ന് പേഷ്യന്റ് വീക്ക് ആവുന്നത്. മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ പേഷ്യന്റ് കണ്ടീഷൻ കുറച്ചും കൂടി സീരിയസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആരുടെ മോൾക്കായിരുന്നു ലൂസ് മോഷൻ വന്നു എന്ന് പറഞ്ഞത്? പ്രിയ. എത്ര വയസ്സുള്ളപ്പോഴാണ് വന്നേടാ? അത് പോയോ? കാരണം എന്റെ മോൾക്ക് ഒരു 5 വയസ്സൊക്കെ ആയപ്പം 5 വയസ്സൊക്കെ ആയപ്പം ആണോ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ വന്നു, പിന്നെ അത് കഴിഞ്ഞങ്ങ് വൊമിറ്റിംഗ് ആയി, അങ്ങനെ ഭയങ്കര വിഷയമായി. അങ്ങനെ ഒരാഴ്ച കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നു. ഞങ്ങളും ഒരാഴ്ച 1 വീക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് പിന്നീട് ഡിസ്ചാർജ് ആയത്. നമ്മള് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണല്ലോ. സോ അതേപോലെ തന്നെ നമ്മളെ പോലെ അത്രയും ഇമ്മ്യൂണിറ്റി ഇല്ല അവർക്ക്. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റിക്കവർ ആയി വരില്ല. സോ നമ്മൾ കുറച്ച് കൂടുതൽ കെയർ. മാം വന്നിട്ടുള്ളത് ഒരു വട്ടമല്ല, ഒരു വട്ടമല്ല, പലതവണ വന്നിട്ടുണ്ട്. എന്താ അങ്ങനെ വന്നേ? അതെന്താന്നറിയത്തില്ല. ആളാണെങ്കിൽ ഒന്നും കഴിക്കത്തൊന്നും ഇല്ല. നേരത്തേക്ക് ആണെങ്കിൽ കാലിന് ഫ്ലൂയിഡിന്റെ കുറവിന് ഒരു അസുഖം ഉണ്ടായിരുന്നു, കാലിന്റെ മുട്ടിന്.
ഫ്ലൂയിഡ് കുറവുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നാൾ ഹോസ്പിറ്റലൊക്കെ കിടന്ന് അമൃതയിലെ ചികിത്സയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വക കഴിക്കത്തില്ല. ആ ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് 1 മാസത്തോളം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പോഴും ആള് ഒന്നും കഴിക്കത്തില്ല. ആള് 10 വയസ്സുണ്ടെങ്കിലും ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 വയസ്സിന്റെ ഒരു മാപ്പേ ഉള്ളൂ. നമ്മള് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡുകൾ കൊടുക്കുക. എന്താ മാം? അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു നോക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് അല്ലാതെ ഒന്നും അല്ല. നമ്മള് ചെയ്യുന്ന പിന്നെ പൂരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എണ്ണയിൽ വറുത്ത കാര്യങ്ങളൊക്കെ വേണ്ടുന്ന എപ്പോഴും. നമ്മളത് മാറ്റി ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്സ് അതേപോലെ അങ്ങനത്തെ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോഴും 10 വയസ്സുണ്ടെങ്കിലും ഇപ്പം വെയിറ്റ് വരുന്നത് 22 കിലോയാ. വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കത്തില്ല. അല്ല, നമ്മളും കൂടി കഴിച്ച് കാണിച്ചു കൊടുക്കണം. പിള്ളേർക്ക് ഇന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കൂടെ ഇരുന്ന് നമ്മളും കൂടി കഴിച്ചാലാണ് അവർക്ക് തിന്നണം തോന്നുള്ളൂ. കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മളും കൂടി ഒരുമിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ പിള്ളേരോ ഓട്ടോമാറ്റിക്കലി അത് കഴിച്ചു തുടങ്ങിക്കോളും. എന്റെ മോള് ഇതുപോലെയായിരുന്നു, ഒന്നും കഴിക്കില്ലായിരുന്നേ. അപ്പൊ ഞാൻ മേടിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിക്കുമ്പോ തന്നെത്താനെ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. നമ്മൾ അവരെ നിർബന്ധിക്കുമ്പോ അവര് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളടുത്തിരുന്ന് കഴിക്കുമ്പോ ഓടി വന്ന് നമ്മുടെ തട്ടിപ്പിടിച്ചോണ്ട് പോയിക്കോളും. അവരെ നമ്മൾ എന്താ പറയണ, കമ്പൽ ചെയ്യുമ്പോ അവർക്ക് ഇഷ്ടമല്ല. മനസ്സിലായ? അത് ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് പറയണേ. നമ്മ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ തിന്നത്തില്ല. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാണ്ട് നമ്മളിരുന്ന് തിന്നണാകുമ്പോ വേണമെന്ന് ചോദിച്ച് പുറകെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് വേറെ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് പ്രസന്റ് ചെയ്ത് കൊടുക്കും. ആ രീതിയിൽ മാറുമ്പോ സാധാരണ നോർമൽ ചോറ് കറി അങ്ങനെ കൊടുക്കാണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നോൺ വെജ് ആണ് കൂടുതലും വേണ്ടുന്നത്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാൻ നോക്കാം. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നം കൊണ്ടാവാം. പിന്നെ വെള്ളമില്ലേ, നമ്മള് വീട്ടില് തിളപ്പിച്ചാറ്റിയ വെള്ളമാണോ കുടിക്കുന്നത്? അതെ അതെ. തിളപ്പിച്ചാറ്റി എന്ന് പറയുമ്പോ തിള വന്ന് അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ട് വെള്ളം എടുക്കും. സർവസുഗന്ധി ഇലയില്ലേ മാം? എന്താണ്? മറ്റേ സർവസുഗന്ധി ഇലയില്ലേ? അതെ, സർവസുഗന്ധി. അതിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത്. എടാ, അതെ, ലൂസ് മോഷൻ വരുമ്പോ നമ്മൾ വെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോ നമ്മള് പൈപ്പ് ലൈൻ വഴി വരുന്ന വെള്ളമാണ്, അത് പ്യുവർ ആണെന്ന് നമുക്ക് ഉറപ്പ് വരാനായിട്ട് പറ്റില്ല. നമ്മൾ ഫിൽറ്റർ ഉണ്ട് മാം, ഫിൽറ്റർ ചെയ്താണ് വെള്ളം വരുന്നത്. മെഷീൻസ് ഒക്കെ അപ്പൊ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഇപ്പൊ 6 മാസം 7 മാസം കൂടിയിരിക്കുമ്പോ ഫിൽറ്റർ വന്ന് വാഷ് ചെയ്യും അത്. പിന്നെ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം ഒന്ന് ചെക്ക് ചെയ്യിക്കാറുണ്ടോ? ഇടയ്ക്ക് ഒരു വട്ടം കണ്ടേ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്ക്. കാരണം ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം മേ ബി നമ്മൾ ചിലപ്പോ നല്ലതാണെന്ന് വിചാരിച്ചായിരിക്കും കുടിക്കുന്നത്. പക്ഷെ ഫിൽറ്ററിന് എന്തെങ്കിലും കംപ്ലൈന്റോ അല്ലെങ്കിൽ മെഷീൻ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാരണം ഡിസെൻട്രി സ്ഥിരമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അത് ഈ വെള്ളത്തിൽ നിന്നാവാം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാവാം ഈ ഒരു ഇത് വരാനുള്ള ചാൻസ്. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോ പലമാതിരി ഇതൊക്കെ കഴിക്കത്തില്ലയോ മാം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അവിടത്തെയും ആവാം, നമ്മൾ പുറത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോഴൊക്കെ വരാം. അവിടത്തെയും വെള്ളം ഒന്നും അവര് നോക്കുന്ന അങ്ങനെയുള്ള നോക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവരൊക്കെ അങ്ങനെയൊക്കെ കുടിക്കുന്നതായിരിക്കും. ആരെങ്കിലും കൊണ്ടുവരുന്ന വെള്ളമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നതൊക്കെ ആയിരിക്കും. മതി, നമ്മൾ വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കുക. അതേപോലെ വെള്ളം തിളപ്പിച്ച് നല്ല രീതിയിൽ തിളച്ച് 5 മിനിറ്റോളം തിളച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. അത് ആറിയതിനു ശേഷം കുട്ടികൾക്ക് കൊടുക്കുക. തിള വരുമ്പോ തന്നെ ഓഫ് ചെയ്ത് നല്ല വെട്ടി തിളക്കട്ടെ. കാരണം അണുക്കൾ നമുക്ക് കാണാനേ പറ്റില്ല. അത്രയും നല്ല രീതിയിൽ അത് നശിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മളത് വെള്ളം തിളക്കണം. ആൾക്ക് ഇപ്പോഴും വെയിറ്റ് കുറവാ, 22 കിലോ ഉള്ള ആള്, 10 വയസ്സുണ്ട്. എന്റെ മോള് ഇതുപോലെ വെള്ളം കൊടുത്തുവിട്ടാ കുടിക്കുവൊന്നുമില്ല. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും നാരങ്ങളും ഉപ്പിട്ട് പിഴിഞ്ഞ് കൊടുക്കുമ്പോ കുടിക്കും. സാധാ വെള്ളം കൊടുക്കുമ്പോ കുടിക്കൂല. നാരങ്ങ വെള്ളം ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കരുതെന്ന്, പിള്ളേർക്ക് കൊടുക്കരുതെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ ഇടക്ക് മാറ്റി കൊടുക്കും. ഇടക്ക് സാധാ വെള്ളം കൊടുക്കും. ജ്യൂസ് ഇത് എന്താ
സ്ക്വാഷ് കലക്കി കൊടുക്കണമെന്നൊക്കെ പറയും സ്കൂളിൽ പോകുമ്പോഴേ. ഞാൻ കൊടുത്തു വിടത്തില്ല. വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഉപ്പ് നാരങ്ങ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം മധുരം വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ മധുരമിട്ട് കൊടുത്താൽ പിന്നെ ഉച്ചയ്ക്ക് വിശക്കത്തില്ല. ഉച്ചയ്ക്ക് മധുരമിട്ട് നാരങ്ങ കൊടുത്താൽ വിശപ്പ് ഉണ്ടാവില്ല. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വെള്ളമൊക്കെ കുടിക്കണ്ടേ. അല്ലാണ്ട് സാധാ വെള്ളം ചൂടുവെള്ളം കൊടുത്തു വിട്ടാൽ വെള്ളം കുടിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം 8 വയസ്സുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അസുഖമായിരുന്നു പുള്ളിക്കാരിക്ക്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഫുഡും ഇതൊക്കെ കറക്റ്റായിട്ട് കഴിക്കണൊക്കെ ഉണ്ട്. ഇനി അടുത്തൊരു അസുഖം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോണ്ടിസ് എന്നാണ് അസുഖത്തിന്റെ പേര്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അസുഖം? മഞ്ഞപ്പിത്തമാണോ മാം? ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് വന്നിട്ടുണ്ട്. ചിക്കൂന് വന്നിട്ടുണ്ട് മാം. ഏത് ഇയറിലാ വന്നത്? ചെറുപ്പത്തിലാ വന്നത്? എനിക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഞ്ഞപ്പിത്തം ശരിക്കും ഭയങ്കരമായിട്ട് നല്ല പോലെ വന്ന് സ്കൂളിലൊന്നും അത് ലാസ്റ്റായി എക്സാമിന്റെ ടൈം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും വീക്കായി പോയി, സ്കൂളിൽ പോകുന്നില്ല, എക്സാമിന് പോലും പോയൊന്നുമില്ലായിരുന്നു. അതുപോലെ ആയിപ്പോയി. ഭയങ്കര ഹെവി ആയിട്ട് വന്നു. ഫുൾ മഞ്ഞ കളർ, ഇടുന്ന ഡ്രസ്സൊക്കെ വരെ മഞ്ഞ കളറാവുന്ന അവസ്ഥ വരെ വന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് പച്ചമരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പച്ചമരുന്ന് കഴിച്ച് ഡെയിലി രാവിലെ വെറും വയറ്റിലാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ 4 പഠിക്കുമ്പോഴാ അച്ഛൻ കൊണ്ടുപോയി വെളുപ്പിന് വെറും വയറ്റിൽ ആ പച്ചമരുന്ന് കഴിച്ചിട്ടാ മാറിയത്. ശരിക്കും ഞാൻ അനുഭവിച്ചെന്റെ പൊന്നോ. ഓക്കെ, പിന്നീട് വന്നിട്ടില്ല? വന്നിട്ടില്ല. സാധാരണയാണ്. എലിസബത്തിനോ? മാം ഈ അസുഖത്തിനല്ലയോ മറ്റേ കീഴാർനെല്ലി കൊടുക്കുന്നത്? എനിക്ക് ഇതറിഞ്ഞൂടാ, ആയുർവേദം മരുന്നുകളൊന്നും അറിഞ്ഞൂടാ. അയച്ചു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. കീഴാർനെല്ലി അരച്ചു കൊടുക്കുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അതാണ്. വെറും വയറ്റിൽ അരച്ചു കൊടുക്കും. എനിക്ക് മരുന്നിന്റെ പേരറിയില്ല. പച്ചമരുന്നാ കഴിച്ചത്, അതെനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അച്ഛൻ രാവിലെ എന്നെയും കൊണ്ട് ഞങ്ങളുടെ അടുത്തുണ്ട് ഒരു വൈദ്യര്, പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി കറക്റ്റായിട്ട് അതിന്റെ 10 ദിവസം 15 ദിവസം കണ്ട അത് തന്നപ്പം കറക്റ്റ് എനിക്ക് നന്നായിട്ട് മാറി. ഭയങ്കര മഞ്ഞപ്പിത്തമായിരുന്നു. ഇതിന് ഇംഗ്ലീഷിലില്ലേ മരുന്ന്? ഷെമിത അല്ലേ? മോന് മഞ്ഞപ്പിത്തം എന്തായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നോ? എങ്ങനെ? ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നോ ഉണ്ടായിരുന്നു വന്നത്? വീണ്ടും വീണ്ടും വരുന്ന ആയിരുന്നു, ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു. വെള്ളത്തിലൂടെ ആയിരുന്നു. വെള്ളത്തിൽ കൂടെ വന്നത്. പക്ഷെ മക്കൾക്കും എങ്ങനെ? ചെറുപ്പത്തിൽ മോന് വന്നിട്ടുണ്ട്, പിന്നീട് കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കാണ് ചെറുപ്പത്തിൽ വന്നിരുന്നത്. മക്കൾക്ക് ഇപ്പൊ ഉണ്ട്. മോൻക്ക് മാറി ഇപ്പൊ മൂക്കായി. മോൻക്ക് ഭയങ്കരമായിരുന്നു. മൂക്ക് അത്ര പ്രശ്നമില്ല, പക്ഷെ മോന് ഭയങ്കര ക്ഷീണൊക്കെ ആയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ പോലൊക്കെ ആയിരുന്നു. വെള്ളം ഇല്ലാതൊക്കെ ആയിരുന്നു. നാമലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോന്റെ മാറി കുറച്ചായിട്ട്. ഓക്കെ, സെയിം ബാത്റൂം ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് രണ്ടുപേരും? സെയിം ബാത്റൂം ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കാന്. പിന്നെ മോള് പറഞ്ഞാല് ബാക്കി ഡെറ്റോളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ മുട്ടായിയൊക്കെ ഓന്റെ ഒക്കെ അറിയാതെ എടുത്ത് തിന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആണോ മോന് വന്നത്? അല്ല, ഓക്കും തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നു. മോൾക്കും അത് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല? ഇല്ല. അപ്പൊ ഇന്നലെ ടെസ്റ്റ് ചെയ്തിരുന്നു, അപ്പൊ കുറച്ച് കുറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ജോണ്ടീസിന്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന പോലെ അല്ല അതിന് ഇമ്പോർട്ടൻസ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മളത് കെയർഫുൾ ആയിരിക്കണം. ജോണ്ടീസ് ഉള്ള ഒരു പേഷ്യന്റ് വീട്ടിലുണ്ടെങ്കിൽ നമ്മളത് ഐസൊലേറ്റ് ചെയ്യില്ല. നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഐസൊലേറ്റ് ചെയ്തില്ല, അതേപോലെ തന്നെ നമ്മൾ നോക്കണം. കാരണം എന്താണ്, ഐസൊലേറ്റ് ചെയ്യണം. അവർ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്ന പാത്രം നമ്മൾ മറ്റുള്ളവർ യൂസ് ചെയ്യാൻ പാടില്ല. അവർ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ടോയ്ലറ്റ് മാക്സിമം നല്ല വാഷ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മരുന്നിനെക്കാട്ടി കൂടുതൽ തന്നെ റെസ്റ്റും വെള്ളം നല്ലോണം കുടിക്കാൻ, കാര്യമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ടോയ്ലറ്റിന്റെ കാര്യങ്ങളിൽ ടോയ്ലറ്റ് സെപ്പറേറ്റ് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യില്ല. കാരണം ഈ ജേർമ്സ് സ്പ്രെഡ് ചെയ്യുന്നത് ബ്ലഡിലൂടെ പേഷ്യന്റ് എക്സ്ക്രീറ്റ
പിന്നെ വാട്ടറിലൂടെയൊക്കെയാണ് ഈ അസുഖം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കണം. ഈ അസുഖം ഉള്ള വീട്ടില് നമ്മള് കുട്ടികളെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വരാതിരിക്കാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഹൈജീൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. മിസ്സേ പിന്നെ ഇത് വരുമ്പോ ഉപ്പിട്ടിട്ടൊന്നും കൊടുക്കൂല. എനിക്ക് വന്നിട്ടില്ല. ഉപ്പിട്ട ഫുഡൊന്നുമില്ല, തൈര് ഞാൻ തൈര് മാത്രം കുടിക്കുക ഫുഡ് കഴിച്ചോണ്ട് ഒരു 3-4 മാസം. തൈരിനകത്ത് ഇന്ദുപ്പ് മാത്രം ഉള്ളി, ഉപയോഗിക്കും പച്ചമുളക്. വേണ്ടിട്ട്. പയറ് പുഴുങ്ങിയത്, കഞ്ഞി, എണ്ണ ഒന്നും കൂട്ടാൻ പാടില്ല. അതെന്താ സംഭവം എന്നറിയാവോ? അത് എന്തുകൊണ്ട് അങ്ങനെ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിനാണ് ഈ മെയിൻ ആയിട്ട് ഈ അസുഖം ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ലിവറിനെയാണ്. മെയിൻ ആയിട്ട് ഇത് ലിവറിനെ അഫക്ട് ചെയ്യും. സോ ലിവറിനെ അഫക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഈ ഡൈജഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഓർഗൻ ആണ്, ഇന്റേണൽ ഓർഗൻ ആണ് ഏത് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ലിവറിന് ലോഡ് കൊടുക്കുന്ന ടൈപ്പ് ഫുഡ് ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേഷ്യന്റിന് കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ തൈര് എന്ന് പറയുന്നത് ഡൈജഷന് ഏറ്റവും നല്ലൊരു ഫുഡാണ്. തൈര്, കട്ടത്തൈരൊക്കെ കൊടുക്കുന്നത് ഡൈജഷൻ പ്രോപ്പർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫുഡ് കാര്യങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് ഇന്റേണൽ ഓർഗൻ ആയിട്ടുള്ള ലിവറിനെയാണ്. പിന്നീടാണ് പേഷ്യന്റ് ഒരു സിവിയർ കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് അത് അഫക്ട് ചെയ്യുന്നത്. പിന്നീട് പേഷ്യന്റ് മഞ്ഞപ്പിത്തം വന്ന് അത് അഫക്ട് ചെയ്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ കെയർ കറക്റ്റ് ടൈമിൽ കൊടുത്തിട്ടില്ലെങ്കിൽ, മെഡിസിൻസും ആന്റിബയോട്ടിക്കും കാര്യങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ മേ ബി പേഷ്യന്റ് ഈ ഒരു അസുഖം വന്ന് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ്. നമ്മൾ നിസ്സാരാണെന്ന് വിചാരിക്കരുത്. നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. അത് വെച്ചാല് പ്രായമായവരുടെ കേസിലാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പലീന പറഞ്ഞ പോലെ. അതിന് ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ടുണ്ടോ? മഞ്ഞപ്പിത്തം വന്നവർ ഒരുപാട് പേര് പറഞ്ഞു. അതിന് ഹെപ്പറ്റൈറ്റിസ് ബി വന്നിട്ടുണ്ടോ? ഇല്ല. അതിൽ ഹെപ്പറ്റൈറ്റിസിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. കാരണം അത് നമ്മുടെ അത് മാറില്ല, അസുഖം മാറില്ല, അതിന്റെ കൗണ്ട് കാര്യങ്ങളൊന്നും മാറില്ല. അതുകൊണ്ടാണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നത്. അത് മാറില്ല. പക്ഷെ നമ്മളത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവാവുന്ന ഒരു അസുഖമാണ് ഇത് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ ഇൻക്യുബർ മാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ്. മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ജോണ്ടിസ് എന്നുള്ളത്. ജോണ്ടിസിന് തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ വേരിയസ് ജേംസ് ഇൻ ദ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് ദ പേഷ്യന്റ്. നമ്മൾ ഈ ഒരു അസുഖം കോസ് ചെയ്യുന്നത് ബ്ലഡിലൂടെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എക്സ്ക്രീറ്റ, ഈ അസുഖമുള്ള പേഷ്യന്റിന്റെ എക്സ്ക്രീറ്റയിലൂടെയൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. സെയിം ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. ദ ജേം അഫക്ട് ദ ലിവർ. മെയിൻ ആയിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. ഇഫ് ദ മെഡിക്കൽ എയ്ഡ് ഇസ് നോട്ട് പ്രോപ്പർലി ഗിവൺ, കറക്റ്റ് ടൈമിൽ നമ്മൾ മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലെങ്കിൽ ദ ഐസ് ബിക്കം യെല്ലോ ഇൻ കളർ. ഞാൻ ആ ഫോട്ടോ കാണിച്ച് നമ്മുടെ നെഹത്തിനും ഐസിനൊക്കെ ഒരു മഞ്ഞ രാശി കാണാനായിട്ട് തുടങ്ങും. At this stage, the activities of internal organs, especially the liver, become malfunctioning. Then എന്താണ് നമ്മുടെ ആക്ടിവിറ്റീസ്, ഇന്റേണൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും സ്റ്റോപ്പ് ആവും. എക്സ്പെഷ്യലി ലിവറിന്റെ ആണ്. ഫൈനലി ദ പേഷ്യന്റ് മേ ഈവൻ ഡൈ. നമ്മുടെ പേഷ്യന്റ് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ദ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഞാനൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കുറെ കാലം മുമ്പാണ് എന്റെ ഒരു ഫ്രണ്ട്, അവള് BA മലയാളത്തിലെ പഠിച്ചുകൊണ്ടിരുന്നത്, ഞാൻ BCom ആയിരുന്നു. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ്. എല്ലാപ്പോഴും ഒരുമിച്ച് ബസ്സിന് പോകണം, ഞങ്ങള് പോണം. അപ്പൊ ഒരു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകും. നല്ല കമ്പനിയാണ്, ഫ്രണ്ട്സ് നല്ല കമ്പനിയൊക്കെയാണ്. അപ്പൊ ഒരിടയ്ക്ക് അവൾക്ക് വയ്യാണ്ടായി, പനി വന്നു. പനി വന്നിട്ട് സാധാരണ എന്താ ചെയ്യാ, വീട്ടിൽ ഉള്ള പാരസ്റ്റമോൾ കഴിക്കും, ക്ലാസ്സിൽ പോവില്ല. ആ 2 ദിവസം വീട്ടിലെ പാരസ്റ്റമോൾ കഴിച്ച് ക്ലാസ്സിൽ പോവില്ല. പനി കൂടി, 2-3 സ്ഥലത്ത് പോയി, മാറുന്നില്ല. പനിയാണ്, പക്ഷെ ചില സമയത്ത് മാത്രം പനി വരുന്നു. മരുന്ന് വാങ്ങിക്കുന്നു, മരുന്ന് കഴിച്ചിട്ട് ആ സമയത്ത് മാറുന്നു, വീണ്ടും അതേ അസുഖം വരുന്നു. ഒരാഴ്ചയോളം ഇങ്ങനെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി
എന്ത് ചെയ്തു, പനിയാന്ന് പറഞ്ഞു മരുന്ന് വാങ്ങിച്ചു കഴിച്ചു. പിന്നെയും ഈ പനി മാറാതെ ആയപ്പോ ഡോക്ടർ സജസ്റ്റ് ചെയ്തു മേ ബി ഒന്ന് ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവര് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ന്യൂമോണിയ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം, ആദ്യം മഞ്ഞപ്പിത്താന്നാ പറഞ്ഞത്. അപ്പൊ പനി കൂടിയിട്ട് മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തം ആണെന്ന് പറഞ്ഞു. ഞാൻ പ്രോപ്പറായിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും, ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ എന്താ വരാത്തേന്ന് ചോദിക്കുമ്പോൾ പറയും പനിയാണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നമ്മൾ വിചാരിക്കും എന്താണ് പനി മാറി അടുത്ത ആഴ്ച വരും. ഒരാഴ്ച ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിൽ കണ്ടില്ല. പിറ്റേ ആഴ്ച ആയപ്പോ ഞാൻ അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു എന്താണ് വരാത്തത്. അവർക്ക് മഞ്ഞപ്പിത്തായിരുന്നല്ലോ, അപ്പൊ ന്യൂമോണിയ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ആൾക്ക് ഭയങ്കര ഫണ്ടാണ്. കാരണം ഇപ്പൊ ഈ പോയ ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, നല്ല ഫണ്ട് ചെലവാകുന്നുണ്ട്. അപ്പം ന്യൂമോണിയയും കൂടിയാണ്. ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്താലോ നമുക്ക് എന്നൊക്കെ ചോദിച്ച് ഞങ്ങള് ഇവിടെ എത്തി, കോളേജിൽ എത്തിയിട്ടുള്ളൂ. കോളേജിൽ എത്തിയപ്പോഴേക്കും ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന്, ഞാൻ ചോദിച്ച ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പാരന്റ്സ് വിളിച്ചിട്ട് പറഞ്ഞു ആള് നീനു പോയി എന്ന് പറഞ്ഞു. ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അത് ഫ്രണ്ട്സിനോട് പറഞ്ഞു അവൾക്ക് വയ്യ, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫണ്ട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് SFIയുടെ യൂണിയനാണ്, അപ്പൊ ആ യൂണിയൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ റൈസ് ചെയ്യാന്ന് വിചാരിച്ചത്. ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സിനെയൊക്കെ സെറ്റ് ചെയ്ത് ഒരു 9-10 മണി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അനൗൺസ്മെന്റ് വന്നു, നമ്മുടെ ഇന്ത്യ ബാച്ചിൽ ഒരു കുട്ടി മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഭയങ്കര ഷോക്കായിരുന്നു. കുറെ നാളത്തേക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവിടെ ചെന്നപ്പോഴും ആള് ഭയങ്കര വീക്കായിരുന്നു. എന്നുവെച്ചാല് നമ്മൾ കണ്ട ആളെ അല്ല, നല്ല സുന്ദരി കുട്ടിയാ, നല്ല വെളുത്തിട്ട് നല്ല സുന്ദരി, ഒരുപാട് മുടിയൊക്കെ ഉള്ള നല്ല ഭംഗിയാ കാണുന്ന ആള്. പക്ഷെ ആളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആള് ഭയങ്കരമായിട്ട് ചെറുതായി, ഭയങ്കര സ്കെൽറ്റ്. നമുക്ക് നമ്മുടെ നീനോടൊന്നും തോന്നില്ല, അത്രയും സ്കെൽറ്റ് ആയിട്ടാ കണ്ടത്. ഭയങ്കര ഷോക്കായിരുന്നു അത്. അപ്പോ ഈ ഒരു അസുഖം നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ആർക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കണം, മെഡിസിൻസ് പ്രോപ്പർ ആയിട്ട് എടുക്കണം. സിമ്പിൾ ആണെന്ന് വിചാരിച്ച് ഇത് ചെയ്യരുത്. കാരണം നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പോകുമ്പോൾ നമുക്ക് ആ ഒരു അസുഖത്തോടുള്ള പേടി നമുക്ക് കൂടുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും, അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രോപ്പർ ആയിട്ട് വെള്ളവും കാര്യങ്ങളും കുടിക്കുമ്പോൾ നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കണം. പുറത്തുനിന്ന് തിളപ്പിച്ചാറ്റാത്ത വെള്ളമൊന്നും കുടിക്കരുത്. എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ഒന്നും അറിയില്ല. പനിയാണ് എന്ന് വിചാരിച്ച് നിസ്സാരം, ആ പനിയല്ലേ മാറിക്കോളും എന്ന് വിചാരിച്ച് അങ്ങനെ പ്രോപ്പർ ആയിട്ട് എടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാത്തതുകൊണ്ടായിരുന്നു അവള് ഞങ്ങളിന്ന്. എങ്കിലും ഞങ്ങളൊപ്പം ഇപ്പോഴും ഉണ്ടാവും. ആള് നന്നായിട്ട് പാട്ടൊക്കെ പാടും. പക്ഷെ അത്രേ ഉള്ളൂ ലോകം. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം, പ്രസീത. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഇന്നും മാം അപർണ മാം നമുക്ക് നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഡിസീസസിനെ കുറിച്ച് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാം. ഇന്ന് മാം നമുക്ക് പോളിയോ, ടെറ്റനസ്, ഡിസെൻട്രി, ജോണ്ടിസ് തുടങ്ങിയ അസുഖങ്ങളെ കുറിച്ചുള്ള നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരുന്നു. എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും നമ്മൾ ഷെയർ ചെയ്തു. താങ്ക് യു മാം ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്, informative class. Friends, thank you for your active participation. Thank you. Thank you. Thank you. Thank you, ma'am.